അപ്പൊ ഇന്നൊരു ബർത്ത്ഡേ പാർട്ടി ഡേ ആണ് കേട്ടോ. അപ്പൊ നമ്മുടെ സുഹൃത്തായിട്ടുള്ള സൂര്യയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ സൂര്യയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ സൂര്യ വരാൻ വേണ്ടി നമ്മൾ വെയിറ്റിംഗ് ആണ്. അപ്പൊ സൂര്യക്ക് വേണ്ടിയിട്ടുള്ള കേക്ക് കാര്യങ്ങളെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുണ്ടോ, കേക്കെല്ലാം നമ്മൾ പക്കയാക്കി വെച്ചിട്ടുണ്ട്. കേക്കിൽ പലതരത്തിലുള്ള ഡിസൈൻസ്, പച്ച, മഞ്ഞ, ചോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡിസൈൻസ് എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് ഇവനെ പരിചയപ്പെടാം. ഇവനാണ് നമ്മുടെ താരം. അപ്പൊ നമ്മളെല്ലാ ഫ്രണ്ട്സും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോഴേക്കും എല്ലാവർക്കും കൂടെ സൂര്യക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. സൂര്യ ഇവിടെ ഒരു കോഫി ഷോപ്പിൽ നിൽക്കുന്ന ആളാണ് കേട്ടോ. ബട്ട് എല്ലാവരുമായിട്ട് നല്ല ഫ്രണ്ട്ലി ആയിട്ട് കീപ്പ് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും സൂര്യ വലിയ കാര്യമാണ് കേട്ടോ. അപ്പൊ ഇതാ നമ്മൾ ഈ കേക്ക് എടുത്തത് നമ്മൾ ഈ ഒരു ബോക്സിനകത്ത് നിന്ന് വരണം. ആ ഒരു പണി ചെയ്യുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരിയായിട്ടുള്ള ജിസ്സാണ്. ജിസ് എല്ലാം സെറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ഇതെല്ലാം നല്ല റെഡിയാക്കി നല്ല ഈ വെളിയിലൊക്കെ ഇറക്കി നല്ല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ കൂട്ടാളികൾ വന്നിട്ട് ഒരു ബോക്സ് എടുത്തിട്ട് അതിന്റെ പുറത്തേക്ക് വെക്കാനുള്ള പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ജിസ് ഇതാ ഉടനെ ആ ഒരു കേക്ക് എടുത്തിട്ട് മേളിൽ വെക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ പുറകിൽ നിന്ന് രാധിക്കാൻ തോന്നുന്നു ആരോ പറഞ്ഞു അത് അവിടെ തന്നെ വെച്ചാൽ മതി, വലിയ ഡിസൈൻസ് ഒന്നും വേണമെന്ന് പറഞ്ഞു. അപ്പൊ എല്ലാം ബോക്സിന് പുറത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് നമ്മൾ സൂര്യ വരാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. സൂര്യ വരാൻ വേണ്ടി പോയി. അടുത്ത സൂര്യ വന്നിരിക്കുകയാണ്. സൂര്യ അപ്പൊ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ മെയിൻ ആയിട്ടുള്ള സൂര്യ എന്ന് പറയുന്നത്. അപ്പൊ സൂര്യയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ സൂര്യക്ക് ഒരു സർപ്രൈസ് പാർട്ടി ആയിരുന്നു കേട്ടോ ഇത്. മാത്രമല്ല ഫ്രണ്ട്ഷിപ്പ് ഡേയും കൂടെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും തന്നെ നല്ല സന്തോഷമുള്ള ഒരു ദിവസമാണ് കേട്ടോ ഇത്. അപ്പൊ ഇന്നൊരു വീക്ക് ഓഫ് ഡേയും കൂടെ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസങ്ങളാണ് കേട്ടോ ഈ കടന്നു പോകുന്നത്. അവര് തിങ്കളാഴ്ച ആയി കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും വീണ്ടും പഠിക്ക് പോകണമല്ലോ. ആ ഒരു വിഷമത്തിലാണ് കേട്ടോ എല്ലാവരും. അപ്പോഴത്തേക്ക് ഇതാ നമ്മൾ വിഷയത്തിൽ തെന്നി മാറി പോകുന്നു. അപ്പൊ ഇത് സൂര്യ വന്നിരിക്കുകയാണെങ്കിൽ സൂര്യ വന്നിട്ട് നമുക്ക് കേക്ക് കട്ട് ചെയ്തിട്ട് ആ ഒരു സന്തോഷത്തിൽ നമുക്ക് പങ്കുചേരാം കേട്ടോ. അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് സൂര്യയെ കൊണ്ട് കേക്ക് മുറിപ്പിക്കാം. സൂര്യ ആകെ സർപ്രൈസിലായിട്ട് വണ്ടറടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. എന്താണ് സംഭവിക്കുന്നത് അറിയാൻ മേലാതെ സൂര്യ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ സൂര്യക്ക് ഭയങ്കര സന്തോഷമായി. ആ മുഖത്തെ ചിരി കണ്ടാൽ തന്നെ നമുക്കറിയാം സൂര്യക്ക് എത്രത്തോളം സന്തോഷമായിട്ടുണ്ടെന്ന്. അപ്പോഴത്തേക്ക് നമ്മളിതാ നേരെ സൂര്യ കൊണ്ട് കേക്ക് മുറിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാ നമ്മുടെ താരമായിട്ടുള്ള നമ്മുടെ ബ്ലൂ ഷർട്ട് ആയിട്ടുള്ള ഈ ബ്ലൂ ഷർട്ടിനെ കണ്ട ഇവനാണ് താരം. അപ്പൊ അവരിത് കൈയൊക്കെ അടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതാ കേക്കൊക്കെ മുറിച്ച് എല്ലാവരും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞ ഉടനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ട് ആ ഒരു സന്തോഷ പ്രകടനം നടത്തുന്ന ഭാഗമാണ് കേട്ടോ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാവരും തന്നെ കൂടിയിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ കേക്ക് മുറിക്കുന്നത് കണ്ടിട്ട് കുറച്ച് മലയാളീസ് ഒക്കെ നമ്മുടെ ചുറ്റെടുത്ത് നിന്ന് കുറച്ച് മലയാളീസും ഇന്ത്യൻസും ഒക്കെ നമ്മുടെ ചുറ്റും കൂടിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഫോട്ടോ എടുക്കും വീഡിയോ എടുക്കുന്നതിന്റെ ഒക്കെ തിരക്കിലാണ് കേട്ടോ. അപ്പൊ സൂര്യ എന്നിട്ട് സൂര്യക്ക് ഇപ്പോഴും ആ ഒരു വണ്ടർ അങ്ങോട്ട് മാറിയിട്ടില്ല കേട്ടോ. സൂര്യക്ക് എന്താണ് ചുറ്റുപാട് സംഭവിക്കുന്നുള്ളതിന്റെ. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ കുറച്ച് ഗിഫ്റ്റ് ഒക്കെ സൂര്യക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സൂര്യ എല്ലാം വണ്ടടിച്ച് നിൽക്കുകയാണ്. എനിക്കോ ഇതേ ഇണക്കാടാ എന്ന് പറഞ്ഞാൽ സൂര്യ ഇങ്ങനെ നിൽക്കുന്നത്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് സൂര്യക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. നമ്മുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഡേയും കൂടെ ആകുമ്പോഴത്തേനും ആ ഒരു ഫ്രണ്ട്സിന് സന്തോഷം കിട്ടുമ്പോഴാണല്ലോ നമുക്ക് സന്തോഷം കിട്ടുന്നത്. അപ്പോഴത്തേക്ക് സൂര്യ കേക്ക് മുറിച്ച് അങ്ങോട്ട് പോയി ഒരു ചെറിയ പീസ് എടുത്ത് മാറിയതുള്ളൂ. അപ്പോഴത്തേക്ക് നമ്മുടെ അങ്കത്തട്ടിലേക്ക് നമ്മൾ കടക്കുകയാണ് കേട്ടോ. അവർ രാധികയാണ് ആദ്യം വന്നിട്ട് അങ്കത്തട്ടിലേക്ക് കിടക്കുന്നത്. വലിയ പീസുകൾ എടുത്തിട്ട് മുറിച്ചെടുക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ ഇത് ആദ്യത്തെ അങ്കത്തട്ട് രാധിക കഴിഞ്ഞ ഉടനെ ജിസ്സിന് ചെറിയൊരു പീസ് കൈമാറിയിട്ടുണ്ട്. അപ്പൊ ഇതാ നമ്മുടെ ബാക്കി പീസ്. അപ്പൊ ഇത് എന്റെ അങ്കത്തട്ടിലേക്കുള്ള കടമ്പയാണ് ഞാൻ കിടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ എന്നെ അറിയാലോ, ഞാൻ ഒത്തിരി ഒന്നും എടുക്കാറില്ല. ജസ്റ്റ് ഒരു മുക്കാൽ ഭാഗം ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ആ ഒരു കേക്കിന്റെ ഭാഗം അത് നൈസായിട്ട് ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഒന്നാം തരം ടേസ്റ്റ്, നല്ല ഒന്നാം തരം കേക്ക് കിട്ടോ. ഇതാ നമ്മുടെ രാധിക നിൽക്കുന്നു. അപ്പൊ എല്ലാവർക്കും തന്നെ ഭയങ്കര സന്തോഷമുള്ള ഒരു അടിപൊളി ഒരു ബർത്ത്ഡേ പാർട്ടി ദിവസമായിരുന്നു കേട്ടോ ഇത്. അപ്പൊ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ട്, നിങ്ങൾ ഒരു ഫ്രണ്ട്സ് ഗ്യാങ്ങിലൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും ഫ്രണ്ട്സിനൊക്കെ ഇതുപോലെ സർപ്രൈസ് കൊടുക്കുക. നമ്മുടെ ജീവിക്കുന്ന സമയം, നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന സമയം വളരെ കുറച്ച് സമയമേ ഉള്ളൂ. അത്രയും സമയം ആസ്വദിക്കുക.